കോഴിക്കോട്ടെ ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ വിവരങ്ങൾ പോലീസ് കോടതിയെ അറിയിക്കും. ലൈംഗികാതിക്രമം നേരിട്ടെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഷിംജിത. VS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, മാധ്യമങ്ങൾ ഏറ്റവും ഒടുവിൽ ഷിംജിതയോട് പ്രതികരണം തേടിയപ്പോഴും അവർ ചെയ്ത കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് നടക്കാൻ പോകുന്നതിൽ വിശദാംശങ്ങളെല്ലാം. ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. അതായത് ഈ കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്, ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്, വിശദമായ ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും ഒക്കെ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് ഒരുപക്ഷെ ജാമ്യം കിട്ടിയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ എല്ലാ ഘട്ടത്തിലും സഹകരിച്ചിട്ടുണ്ട് ഷിംജിത എന്നുള്ളതാണ്. ചോദ്യം ചെയ്യലും പൂർത്തിയായിട്ടുണ്ട്. ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ കോടതി പരിഗണിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം 2 ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും ബസ്സിൽ ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഷിംജിതയുടെ ഭാഗത്തുനിന്ന് ഷിംജിത നേരത്തെ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് ബസ്സിൽ വെച്ച് പീഡനം നേരിട്ടു എന്നുള്ളതാണ്. പക്ഷേ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഒരിടത്തും, അതായത് CCTV ദൃശ്യങ്ങളിലോ സാക്ഷി മൊഴികളിലോ ഒന്നും തന്നെ അത്തരത്തിൽ ബസ്സിൽ അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളതായി ആരും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. CCTV പരിശോധിച്ച പോലീസ് ഉദ്യോഗസ്ഥരും അക്കാര്യം ബോധ്യപ്പെട്ടിട്ടില്ല. ബസ്സിലെ ഡ്രൈവറോ കണ്ടക്ടറോ ഒന്നും തന്നെ ഷിംജിതയെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു സാക്ഷിമൊഴിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഷിംജിത തന്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് ഷിംജിതയ്ക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ബോധപൂർവം അപമാനിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളതും ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോൾ ജാമ്യം കിട്ടി പുറത്തു വരുമോ എന്നുള്ളതാണ് ഏറെ ആകാംക്ഷയുള്ള കാര്യം. ശരി, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.